ഹായ് ഫ്രണ്ട്സ്, ഇത് ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അനീഷ് റഹ്മാൻ അയച്ചു തന്ന ഒരു വണ്ടിയാണ്. അദ്ദേഹം ഗൾഫിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് ഈ വണ്ടിക്ക്. പക്ഷേ ഇപ്പം നിലവിൽ ഇത് ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കളറൊക്കെ കംപ്ലീറ്റ് ഫെയ്ഡാണ്. നമുക്ക് WD-40 ഒക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. WD-40 അടിക്കുമ്പോൾ ഒരു തെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷേ ഉടനെ തന്നെ അത് പഴയ കണ്ടീഷനിൽ തന്നെ ആയി വരുന്നുമുണ്ട്. അപ്പം നമുക്ക് അത് നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തെടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇതിപ്പം മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ മിക്ക ബോഡി പാർട്സും ഇതുപോലെ വിട്ടൊക്കെ കിടക്കുകയാണ്. പല പാർട്സും മിസ്സിങ്ങും ഉണ്ട്. സ്റ്റിയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വണ്ടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും അത്യാവശ്യം ചെറിയ സഹായങ്ങൾക്കൊക്കെ ആയിട്ട് അപ്രൻറ്റീസ് ആയിട്ട് എൻ്റെ വൈഫും കൂടെയുണ്ട്. അപ്രൻറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ശമ്പളം കൊടുക്കണ്ടല്ലോ എന്ന്. പക്ഷേ ശമ്പളം കൊടുക്കണം കേട്ടോ. വണ്ടിയുടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് വയറിങ്ങും ചെയ്തെടുത്തു. പുതിയ ബോർഡ്, പുതിയ ബാറ്ററി, ചാർജിങ് സോക്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് പക്ക റണ്ണിങ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഇതാണ്. പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ആ ബ്ലാക്ക് കളർ റീസ്റ്റോർ ചെയ്ത് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ വർക്ക് തീർത്തിട്ടുണ്ട് കേട്ടോ. എന്തെല്ലാം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ബാറ്ററി ഡെഡാണ്. സ്റ്റിയറിങ് ഇത് പൊട്ടിപ്പോയത്. ഇത് നമുക്ക് റിപ്പയറബിൾ അല്ല. ഇതിൻ്റെ അകത്ത് പീസൊക്കെ മിസ്സിങ്ങാണ്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ മോൾഡ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വീണ്ടും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല. ചാർജിങ് സോക്കറ്റൊക്കെ പോയതായിരുന്നു. ഈ കീ സിസ്റ്റം എല്ലാം പോയതായിരുന്നു. ഇതതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. ചാർജർ ഇത് പോയതാണ്. മ്യൂസിക് ബോർഡ് പോയതാണ്. ഇതാണ് നമ്മുടെ വണ്ടിക്കകത്തിരുന്ന മദർ ബോർഡ്. ഇതിൻ്റെ മാനുവൽ മോഡ് വർക്കിംഗ് ആണ്, പക്ഷേ റിമോട്ടിൽ വർക്കാവത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 1 ഇയർ വാറണ്ടിയുള്ള പുതിയ ബാറ്ററി മിനിങ്ങാന്ന് പർച്ചേസ് ചെയ്തത്. പുതിയ ബാറ്ററി, പുതിയ ബോർഡ്, വയറിംഗ് കിറ്റ് എല്ലാം കംപ്ലീറ്റ് റെഡിയാക്കി. ഇത് ചാർജിങ് സോക്കറ്റ് മാറി. പിന്നെ മ്യൂസിക് ബോർഡ് പുതിയത് സെറ്റ് ചെയ്തു. ലൈറ്റിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തെടുത്തു. കീ പുതിയ സെറ്റ് ചെയ്തു. ഇവിടെ ഒരു ഗിയർ ലിവർ ആഡ് ചെയ്തു. ലൈറ്റുകൾ ഫുള്ള് ചെയ്തെടുത്തു. ഫ്രണ്ടിലത്തെ ലൈറ്റ്, ഈ വൺ സൈഡ് ലൈറ്റൊന്നും ഇല്ലായിരുന്നു. വണ്ടി ഈ ഒരു ബ്ലാക്ക് കളർ റീസ്റ്റോറേഷൻ തന്നെ നല്ലൊരു പാടായിരുന്നു. നിങ്ങൾ ചെയ്തു. പുതിയ സ്റ്റിയറിംഗ് വെച്ചു. ഇവിടെയൊക്കെ കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. അതെല്ലാം സിൽവർ കോട്ടിങ് എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തേ. ലൈറ്റിൻ്റെ ഓൺ ചെയ്തേ. ഓക്കെ. റിമോട്ട് ഉപയോഗിച്ചും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഓടിക്കാവുന്ന രീതിയിലും കൂടെയാണ് നമ്മളിത് മോഡിഫൈ ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10 വർഷം മുമ്പ് ഇറങ്ങിയ വണ്ടിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് കേടായി കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ആയാലും അത് നന്നാക്കി എടുത്താൽ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല സൂപ്പറാണ്. തന്നെയല്ല, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു 4-1 ക്വാളിറ്റി പോലും ഇല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.